ഇത് എന്താലോചിച്ച് നിൽക്കുക ഏട്ടത്തി? ആ അടുപ്പത്തിരിക്കുന്ന കരിയുമല്ലോ. അതെ, ചന്ദ്രേട്ടൻ കൊറേ കാലമായിട്ട് നല്ല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണം. അതിപ്പോ എന്ത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മേശപ്പുറത്ത് നിരത്തി വെച്ച ചന്ദ്രേട്ടന്റെ മനസ്സും വയറും നിറയണം. ചന്ദ്രശേഖരൻ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ, അവന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പണ്ട് പിന്നെ എല്ലാ അധികാരവും ഏട്ടത്തിയുടെ കയ്യിലായതുകൊണ്ട് ഇതേ ചെയ്യുന്നൊരു വാശിയുണ്ടായിരുന്നല്ലോ. അതെനി പറ്റില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ ചെറിയമ്മേ, അമ്മ നമ്മളോട് ചെയ്ത കാര്യങ്ങൾക്കൊന്നും പ്രതികാരം ചെയ്യാൻ നിക്കല്ലേ. അത് അമ്മയെ കൊണ്ട് താങ്ങാനാവില്ല. അല്ലമ്മേ, നമ്മള് ചിലയിടത്ത് കണ്ടിട്ടുണ്ടല്ലോ, ചിലര് അധികാരത്തിലെത്തുമ്പോ അതുവരെ ഉണ്ടായിരുന്ന ആളുകളോട് പകരം വീട്ടുന്നത്. ചെറിയമ്മ അങ്ങനെ ചെയ്യില്ല. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതല്ലേ? അല്ല, ഇതെന്താ ഈ അടുപ്പത്തിരിക്കുന്ന? ഇത് സാമ്പാറാ. ഓ, അപ്പൊ പിന്നെ എല്ലാം തികഞ്ഞല്ലോ. പാത്രത്തിലെടുത്തങ്ങ് മേശപ്പുറത്ത് വെച്ചാ മതി. എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഉടൻ എടുത്തോണ്ട് വരും ഒരു സാമ്പാർ. നിങ്ങൾക്കൊന്നും ഇത് കഴിച്ചിട്ട് മതിയായില്ലേ? ശീലിച്ചു പോയതല്ലേ. ആ, ശീലിച്ചു പോയെങ്കിലേ അതുണ്ടാക്കിക്കോ. പക്ഷേ അതിന്റെ കൂടെ വേറെന്തെങ്കിലും കൂടെ ഉണ്ടാക്കണം. കൽപ്പനെ, നമുക്കിന്നൊന്ന് പുറത്തു പോണം. അല്ല, എന്തിനാ ചെറിയമ്മേ? അത് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് ചന്ദ്രേട്ടൻ ചോദിക്കുക, ഇവിടെ നിനക്ക് മര്യാദയ്ക്ക് ഉടുക്കാനൊന്നുമില്ലേന്ന്. അല്ല, ചോദിക്കുന്ന ചന്ദ്രേട്ടനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. ചന്ദ്രേട്ടന്റെ സ്റ്റാൻഡേർഡിന് ചേരുന്ന എന്ത് ഡ്രസ്സാ എനിക്കുള്ളത്? ശരിയാ, ഇവിടെ എല്ലാം റേഷനായിരുന്നല്ലോ. ഏട്ടത്തേക്ക് തോന്നിയ ഏട്ടനോട് പറയും, ഏട്ടന് തോന്നിയ ഏട്ടൻ വാങ്ങിക്കും. ഓ, ഇനിയെങ്കിലും കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങിക്കണം. നീ എടുത്തു, നിന്റെ ഡ്രസ്സൊക്കെ പഴയതായിട്ടുണ്ട്. താങ്ക്സ് ചെറിയമ്മേ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ ഭരിക്കാൻ വേറൊരാളില്ലെന്ന അവസ്ഥ വരുന്നത് എന്തൊരു സന്തോഷമുള്ള കാര്യം എന്നറിയോ? മുമ്പ് കണിമംഗലത്തെ അവസ്ഥ എന്തായിരുന്നു? ഒരു വശത്തെ ഏട്ടത്തെ ശാസിക്കുന്നു, വേറൊരു ഭാഗത്തെ ഏട്ടൻ കണ്ണുരുട്ടുന്നു. ഇതൊക്കെ പോരാഞ്ഞ് അമ്മയുടെ ഉപദേശവും. മുത്തശ്ശിയുടെ വക ഉപദേശം മാത്രമല്ലല്ലോ, ദ്രോഹിക്കാവുന്നതിന്റെ അത്രയും ദ്രോഹിച്ചില്ലേ. അയ്യോ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ ചിലപ്പോ വലുതൊക്കെ ചെയ്തു പോകും. അത് അച്ഛാ, അത് പരമേശ്വരൻ സാറ് വിളിച്ച് നടന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് അച്ഛാ, ഞങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോവാന്ന് കരുതിയിട്ട്. ഇപ്പൊ ഇനി ഈ രാത്രി എങ്ങോട്ടും പോവാൻ നിൽക്കണ്ട. നിങ്ങൾ വാ, നമുക്ക് ആറ്റുവാശ്ശേരിക്ക് പോവാം. ഏയ് വേണ്ട അച്ഛാ, കണിമംഗലത്തെ പോലെ ആറ്റുവാശ്ശേരിയിലും ഉണ്ടല്ലോ ശത്രുക്കൾ. മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അവരിപ്പോ അവിടെ ഇല്ല. അവരേതോ ഫ്ലാറ്റിലേക്ക് താമസം മാറി. ഫ്ലാറ്റിലേക്കോ? നിങ്ങളെ ചതിച്ച കാശ് കയ്യിലിരിക്കുകയാണല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. മോനെ, അച്ഛൻ പറയുന്ന കേക്ക്. ആറ്റുവാശ്ശേരിയില് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. മോൻ ശീലിച്ചതൊന്നും അവിടെ കാണില്ല. പക്ഷെ ഉള്ളത് വെച്ച് മോനെ ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളാം. നമുക്ക് അച്ഛൻ പറയുന്ന കേട്ടാലോ? രാധിക, അച്ഛനോടും അമ്മയോടുള്ള സ്നേഹക്കുറവുണ്ടല്ലോ. ഒരിക്കൽ കൂടി ഒരിടത്തുനിന്ന് നാണം കിട്ടി ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛനത് ഉറപ്പു തരാം. മുത്തശ്ശിയും പ്രേങ്കിയൊന്നും ഇനി അങ്ങോട്ട് വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അത് അച്ഛന്റെ വീടാ. അവരോട് എങ്ങനെ മറുപടി പറയണമെന്നൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാം. മോനെ, വീഴ്ചകളൊക്കെ ആർക്കും സംഭവിക്കാം. രാജാക്കന്മാരെ പോലെ ജീവിച്ചവരാ നിങ്ങൾ. നിങ്ങളെ ചതിച്ചവർക്കുള്ള ശിക്ഷയൊക്കെ ദൈവം കൊടുത്തോളും. മോനെ, ഞാൻ വിളിക്കുന്നത് ഭാര്യ വീട്ടിലേക്കല്ല, നിന്റെ സ്വന്തം വീട്ടിലേക്കാ. ഞാനും യശോദയും മോനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ തെരുവിൽ അലയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ നിർബന്ധിക്കണ്ട. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാ ഞാനത് നിഷേധിക്കുന്നത്. ശരി, എന്നാ പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് യശോദയോട് വരാൻ പറയാം. എന്തിന്? അല്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടണ്ടേ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്ന് വെച്ചാ അങ്ങോട്ട് ഞങ്ങളും വരാം.
അല്ലാതെ നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. വേണ്ട അച്ഛാ, അമ്മയെ വിളിക്കണ്ട. ഞങ്ങൾ വരാം. പക്ഷേ എനിക്കും രാധിക്കും ധൈര്യപൂർവ്വം നിൽക്കാൻ ഒരിടമുണ്ടെന്ന് ഞാൻ പറയുമ്പോ അച്ഛൻ ഞങ്ങളെ പോകാൻ സമ്മതിക്കണം. അതൊക്കെ സമ്മതിക്കാം. ഇപ്പോ മക്കൾ അച്ഛന്റെ കൂടെ വാ മോളെ വാ.